ആസിഫ് അലി പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തിരിക്കുന്നത് തോന്നിയിട്ടോ? ആക്ച്വലി ഞാൻ ഈ പടം കാണാൻ വന്നത് ഇതിൻ്റെ കൺസെപ്റ്റ് അതിൽ അട്രാക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ട്, റിയാലിലുണ്ട്. അതിൽ ഒരു പോർഷൻ എടുത്താണ് കാണിച്ചിരിക്കുന്നത്. ഇൻഫാക്റ്റ് ഈ പടത്തിൽ എനിക്ക് കണ്ണ് നിറഞ്ഞ ഒരു സീനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ പിന്നെയും അത് എനിക്ക് കേസാവും. ആസിഫ് അലി എടുത്ത് ചോദിക്കുന്നു, നിലവിൽ എത്ര കേസുണ്ടെന്ന്. മൂന്ന് കേസുണ്ടെന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾ ആ ചോദ്യം ചോദിക്കും, നിലവിൽ എനിക്ക് എത്ര കേസുണ്ടെന്ന് ചോദിക്കും. എൻ്റെ വക്കീൽ കൂടെ ഈ പടം കാണാൻ എൻ്റെ വക്കീൽ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ അത് ഇന്നൊരു കേസാകും. പക്ഷേ മനസ്സുകൊണ്ട് പറയാൻ നമ്മുടെ ലൈഫിൽ ചില പടങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഫീൽ വരുന്നത് നമ്മൾ ലൈഫിൽ നടന്ന കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഫീലാകും. ഒരു ചില കാര്യങ്ങൾ തന്നെ കണ്ണ് നിറഞ്ഞു, പക്ഷെ കൺട്രോൾ ചെയ്തു ഞാൻ. പീറ്ററിൻ്റെ കഥാപാത്രം, ഉക്രം കഥാപാത്രം. ആസിഫ് അലി ആ ഒരു സീനുണ്ട്, കോർട്ടിലെ ഒരു സീനുണ്ട്, മകളെ കാണാൻ പറ്റാത്ത ഒരു റിയാലിറ്റിയിൽ നടന്ന ഒരു സീൻ. അതേപോലെ നമ്മുടെ അശോകൻ ചേട്ടൻ അഭിനയിച്ച ഒരു ക്യാരക്ടർ. എല്ലാം എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ, ഒരു മാർഗമില്ലെങ്കിൽ മരിച്ചു പോവേണ്ട ഒരു അവസ്ഥ. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്ര എൻ്റെ മനസ്സിൽ തോന്നേണ്ട കാര്യം പറയും. ഒരു സ്ത്രീ പീഡനം, കൊച്ചുകുട്ടികളെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര ആണുങ്ങൾക്ക് ദേഷ്യം വരും. മൃഗങ്ങൾ കാണുമ്പോൾ എത്ര ആണുങ്ങൾക്ക് ദേഷ്യം വരും. അതേപോലെയാണ് ഇന്ന് ഞങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആണുങ്ങൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ സ്ത്രീകൾക്കും ദേഷ്യം വരും. തൊട്ടടുത്ത സീറ്റിൽ ഒരു അമ്മമ്മ എൻ്റെ അടുത്തുനിന്ന് കയ്യെ പിടിച്ച് ഇന്ന് തിയേറ്ററിലെന്ന് പറഞ്ഞു, പോണ്ട കാര്യങ്ങൾ അറിയാം, ഒന്നും തളർന്നു പോകരുത്, ജീവിതത്തിൽ തിരിച്ചു വരണം. ആസിഫ് അലിക്ക് ജോലി പോയി, കുടുംബം പോയി, സമയം പോയി. ഇല്ലല്ല, സിനിമ അല്ല. അത് പറയുമ്പോൾ നീ എന്തിനാ എന്നെ നോക്കണേ? അപ്പോൾ ഒരു റിയാലിറ്റിയില്ല ഇതുപോലെ അനുഭവിക്കുന്ന കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഈ പടത്തിലെ ക്ലർക്കുണ്ട്, ഈ സിനിമാ താരങ്ങളുണ്ട്. ഇത് ഒരു 8-10 വർഷം മുമ്പ് വേറെ സ്ക്രീൻ പ്ലേയിൽ இந்த കൺസെപ്റ്റை ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് റൈറ്റർ ജയമോഹൻ സാറ് അഡ്വാൻസും കൊടുത്ത് ഒരു ഫുൾ സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതിയതാണ്. പിന്നെ ഒരു കോൺഫിഡൻസ് വന്നില്ല, അത് മുമ്പോട്ട് പോയില്ല. പക്ഷെ അത് പരമാവധി ഒരു 80% ഞങ്ങളത് കവർ ചെയ്തു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു 10 വർഷം മുമ്പ് ഇങ്ങനത്തെ റിയാലിറ്റി കാര്യങ്ങൾ എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പോൾ കോടതിയിൽ 498A എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പണ്ടൊക്കെ അങ്ങനെയല്ല, 498A ഇട്ടാൽ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, ആരും എന്താണെന്ന് നോക്കില്ല. ഇപ്പോൾ നിയമം മാറി. അതായത് ഈ സിനിമ പറയുന്നത് നിയമപരിഷ്കരണം വേണമെന്നാണോ അതോ സ്ത്രീകൾക്ക് എതിരെ സംസാരിക്കുന്ന സിനിമയാണോ? എങ്ങനെയാണ് ഇത് വരുന്നത്? ഇല്ല, ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് ക്ലൈമാക്സ് സീനിൽ ചിരിച്ചു പോയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ കളിയാക്കും, പേര് പറയുന്നില്ല, ഞാൻ എൻ്റെ സുഹൃത്തെടുത്ത് എൻ്റെ കൂടെ പറയുന്നില്ല. ഒരു ചെറിയ കുടുംബ പിണക്ക് വന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയൊക്കെ വിളിച്ച് ഞാൻ 498A എന്താണ് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ ക്ലൈമാക്സ് ഇവിടെ ഞാൻ കണ്ടപ്പോൾ ആസിഫ് അലി എല്ലാം കഴിഞ്ഞ് പടം തീരാറായി. ഈ പോലീസ് ഓഫീസർ വരും. അപ്പം പോലീസ് ഓഫീസർ, സാർ ഇവിടെ കോടതിയിൽ ഒരു ആവേശത്തിൽ 498A എന്താണ് എൻ്റെ ഭാര്യ അടുത്ത് പറഞ്ഞു പോയി. ഇപ്പം അവൾ കേസ് കൊടുത്തു. അപ്പോൾ പറയും, സാർക്ക് ഇപ്പം നിലവിൽ എത്ര കേസുണ്ട്? 4 കേസുണ്ട്. സോ മനസ്സാക്ഷി താൻപ്പാ കോടതി. ഇപ്പം ഒരു ആണിനെ എടുക്കുമ്പോൾ ഈ കേസും കാര്യങ്ങളും നമ്മൾ പോകുമ്പോൾ സാമ്പത്തികം ഇല്ലെങ്കിൽ, കുടുംബത്തോടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തകർന്നു പോകും. അവൻ്റെ ജോലി പോവും, അവൻ്റെ പ്രായം പോവും, അവൻ്റെ സുഹൃത്തുക്കൾ പോവും, അവൻ്റെ ബന്ധങ്ങൾ പോവും. സമുദായത്തിൽ അത് മാത്രമല്ല ഏറ്റവും വലിയ വില്ലനായി പോകും. 4 പേര് മുഖം പോലും അവനക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോകും. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താ കിട്ടുന്നത്? മാസം നല്ല പൈസ കിട്ടും, നഷ്ടയിട് 50% ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മേലിലൊക്കെ കിട്ടും. നല്ല വക്കീലുണ്ടെങ്കിൽ മാക്സിമം സ്വത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു പെണ്ണ് വിചാരിച്ചാൽ 100%. നിനക്ക് കല്യാണം കഴിഞ്ഞോ? ഇപ്പോഴത്തെ കഴിക്കണ ഈ പടം കണ്ടിട്ടാ? അല്ല, ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്. അയ്യോ, കല്യാണം കഴിക്കണോ, നാളെ ഡൈവേഴ്സിലേക്ക് പോയാൽ എന്താവും? അല്ലടാ, നല്ല പെണ്ണ് തേടി കണ്ടുപിടിക്കുക, എന്നിട്ട് കെട്ട്.
കിട്ടില്ല കുറെ നോക്കി. ഇതാ എനിക്ക് കിട്ടിയിട്ട് കുറേ വർഷം കഴിഞ്ഞില്ലേ എനിക്ക് മനസ്സിലായത് ഈ പൊട്ടനക്ക്. നല്ല പെണ്ണ് കിട്ടുമ്പോൾ നിന്റെ ജീവൻ മാത്രമല്ല ധൈര്യമായിട്ട് നിന്റെ സ്വത്ത് കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കണോ? നിയമപരിഷ്കരണം വേണോ? ഇത്തരം കാര്യങ്ങളിൽ നിയമപരിഷ്കരണം വേണോ ശരിക്കും? ഈക്വൽ റൈറ്റ്സ് വേണം, 100% ഈക്വൽ റൈറ്റ്സ് വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടമില്ല, ദ്രോഹം എന്ന് പറയുന്നത് ഏത് നിയമത്തിനോ ഏത് മതത്തിനോ ഏത് ദൈവത്തിനു പോലും ഒരു അച്ഛനെയും മക്കളെയും പിരിക്കാൻ പാടില്ല. ഒരിക്കലും റൈറ്റ്സ് ഇല്ല, പിരിക്കാൻ പാടില്ല. അത് നിയമപ്രകാരം ഉണ്ടെങ്കിൽ ഈ പടം അതിനെ എടുത്തു പറയുന്നു. ഒരു അച്ഛൻ മാത്രമല്ല തകർന്നു പോകുന്നത്, ആ കുടുംബം മുഴുവൻ, ആ വംശം തകർന്നു പോകും, ആ വംശം പോകും. പണ്ട് ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം സുരാജ് വെഞ്ഞാറമൂട് എത്രയോ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്. അദ്ദേഹം അഭിനയിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ ഒറ്റ സീൻ പോലീസിന് മുമ്പ് അയ്യോ സത്യമായിട്ട് ആ സീൻ കണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് സുരാജിനെ വിളിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ അഭിനയിച്ച ഏറ്റവും ബെസ്റ്റ് സീൻ ഇതാണ്. അത് ലൈഫിൽ അത് ഫീൽ ആവണം. ഒരുപാട് പേർക്ക് ഇപ്പോൾ കല്യാണം ഇനി കഴിച്ചു കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കട്ടെ, വന്നവർക്കേ ഈ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തിയേറ്ററിനകത്ത് കയറുമ്പോൾ എത്ര പെണ്ണുങ്ങളാണ് ഈ പടത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് പെണ്ണുങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പടമല്ല ഇത്. നിയമത്തിലെ ഈക്വൽ റൈറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. നിയമം സംബന്ധിച്ചിടത്തോളം ഈക്വൽ റൈറ്റ്സ് ഇല്ല. ആണാണോ പെണ്ണാണോ വെച്ചാൽ ആണിക്ക് റൈറ്റ്സ് ഇല്ല, പെണ്ണുക്കാണ് റൈറ്റ്സ് കൂടുതൽ. അത് ഈക്വൽ ആയിരിക്കുന്നതാണ് ഞങ്ങൾ സിനിമയായി കാണാത്ത കുറെ ആൾക്കാർ